ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശരി, അതവിടെ നിൽക്കട്ടെ. ആ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ പറഞ്ഞു വിടാൻ എന്തായിരുന്നു ഇത്ര തിടുക്കം? ഹലോ, ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ എവിടാ പറഞ്ഞു നിർത്തിയത്? പ്ലേസ് പഞ്ചാബ്, ക്യാരക്ടർ സിക്കന്ദർ സിംഗ്. ആ, സിക്കന്ദർ സിംഗ്. എന്റെ പൊന്നോ, അങ്ങേർക്ക് മധുര പലഹാരങ്ങൾ എന്ന് പറഞ്ഞ ഭ്രാന്ത. ഞാനാ ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്. ലഡു, ജിലേബി, മൈസൂർ പാക്ക്, അലുവ, ഉണ്ണിയപ്പം. ഓ, ദിവസവും രാവിലെയും വൈകുന്നേരവും ഇത് തന്നെ അയാള് കഴിക്കുന്നത്. ഈ ഗുലാബ് ജാമൊക്കെ കപ്പിലെടുത്താ അയാൾ വായിലോട്ട് ഒഴിക്കുന്നത്. ഒരു ദിവസം സിക്കന്ദർ സിംഗിന്റെ ഭാര്യ ചമേലിയോ? ആ, അങ്ങനെ അവരുടെ പേര്. ചമേലി ഒരു 2 ലക്ഷം രൂപ എന്റെ കൈ കൊണ്ടുവച്ചു തന്നിട്ട് പറഞ്ഞ്, മാതാജി മാതാജി തുമാരാ കൃപയാ ജാൻ. ഞാൻ അവിടെ നിന്നാ അവരെ ഭർത്താവ് പഞ്ചാര രോഗം വന്ന് മരിച്ചു പോവൂന്ന്. ദയവായി പോകാമോന്നാ ചോദിച്ചത്. മുടിഞ്ഞ തള്ള. എന്തോന്നാ രഹസ്യം പറഞ്ഞത്? അല്ല, എന്നിട്ട് 1 ലക്ഷം രൂപ എടുത്തോണ്ട് പോയോ? ഞാൻ അങ്ങനെ പോരുവോ? ഞാൻ ആരാ മോള്? ദണ്ട, അവരോട് ഞാൻ പറഞ്ഞ് എനിക്കൊരു 5 ലക്ഷം രൂപ തന്നാ ഞാൻ പോവാന്നു. അവര് 3 ലക്ഷം തന്ന്. അങ്ങനെ മധുര പലഹാരങ്ങൾ തിന്നും മടുത്തവളാ ഈ കൊച്ചമ്മണി. ഒരു മിണിക്കുടിഞ്ഞ് വന്ന്. ഓ, എന്തൊരു കൊതിയാ! ഇങ്ങനെ കഴിച്ചാലേ വായില് പുഴുപ്പള്ളി വരും. കൊടുക്കണ്ട ആന്റി. മുട്ടേനെ വിരിഞ്ഞിട്ടില്ല, ഒരു സ്വന്തം അച്ഛമ്മയെ കളിയാക്കുന്നു. നിന്നെ ഞാനിന്ന് അവിടെ നിൽക്കാൻ. എന്താ എന്താ നോക്കാൻ പാടില്ലേ? ആയിക്കോ, നോക്കുന്നുണ്ട്. എന്താ കുഴപ്പം? മാഡം ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നോണ്ട് ചോദിച്ചതാ. നമ്മള് സംസാരിച്ചു നിന്നപ്പോ രാജു പെട്ടെന്നിങ്ങ് പോന്നു. എന്താ കാര്യം? ഹലോ, എന്താ മറുപടി ഇല്ലേ? ശരി, അതവിടെ നിൽക്കട്ടെ. ആ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ പറഞ്ഞു വിടാൻ എന്തായിരുന്നു ഇത്ര തിടുക്കം? ഹലോ, ചോദിച്ചത് കേട്ടില്ലേ? മാഡം, ഞാനേ നല്ല ഉദ്ദേശത്തിലാണ് അത് ചെയ്തത്. ഈ ഹോസ്പിറ്റലിലെ പലതരം രോഗികളാ കിടക്കുന്നത്. അതുകൊണ്ട് മാഡത്തിന് രോഗം വരണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ മാഡത്തിനെ പറഞ്ഞു വിട്ട. ഓ, എന്നോടുള്ള സ്നേഹം. മാഡത്തിനോട് എനിക്ക് സ്നേഹം ഇല്ലെന്നാണോ മാഡം പറഞ്ഞു വരുന്നത്? ദേഷ്യം വരുമ്പോ മാഡം പലതും മറക്കുന്നു. മീനുകളെ രാധമ്മയൊക്കെ വരുന്നുണ്ട്. വേഗം ആക്ടിങ് തുടങ്ങിക്കോ. ഓസ്കാർ വാങ്ങിക്കണം. നിങ്ങളെന്താ മക്കളെ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ വന്ന് നിന്നതാങ്ങളെ. രാജു പറഞ്ഞു ഇന്ന് മഴ പെയ്യോന്ന്. ഞാൻ പറഞ്ഞു മഴ പെയ്യില്ലെന്ന്. ഇവനാര്?
ഋഷി ശൃംഖനോ മഴ പെയ്യിപ്പിക്കാൻ? വൈശാലി. അല്ല, നിന്റെ അമ്മായിമ്മ എവിടെയാടി മോളെ? ആര്? ശ്രേഷ്ഠയായ കൊച്ചമ്മണിയോ? അവരെവിടെ പാന? ഇവിടെ എവിടെയെങ്കിലും കാണും. അല്ല മോളെ, അവര് തീർത്ഥാടനത്തിന് പോകുന്നു പറയുന്നത് ശരിയാണോ? ആ കാശിനോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ കൊടുക്കാന്നും പറഞ്ഞിട്ടുണ്ട്. കൊടുക്കരുത് മോളെ, അവരാ കാശും കൊണ്ട് അമ്പലങ്ങളിലൊന്നും പോവില്ല. അവര് ഗോവയിൽ പോയി അടിച്ചു പൊളിക്കുമെന്ന് ഇവിടെ പറയുന്നത് കേട്ടു. വല്യമ്മയുടെ അഭ്യാസമൊക്കെ എനിക്കറിയാം. ഞാൻ ഫുഡ് കഴിക്കാനുള്ള കാശേ കൊടുക്കും. പോകാനുള്ള സ്ഥലത്തേക്കുള്ള ടിക്കറ്റ് ഞാൻ എടുത്തു കൊടുക്കും. അത് കറക്റ്റ്. ആ അതൊക്കെ ഇരിക്കട്ടെ. അടുക്കളയിൽ എന്നെ സഹായിക്കാൻ ആരൊക്കെയാ വരുന്നേ? ഞാൻ വരാം. ഞാനും വരാം. എല്ലാരും കൂടെ വരണ്ട, ഋതുമോള് വന്നാ മതി. വാ. ഓ, ഒരു അമ്മായിയമ്മയും മരുമോളും. വാ പ്രിയജി, വാ. ഇവൻ ഇന്നെന്താ ഇത്ര നേരത്തെ? ഇന്ന് ഒന്നും കൂടെ ഇല്ലല്ലോ. എന്തോ ഉണ്ട്, എന്തോ ഒരു കുഴപ്പം. എന്താ പ്രതാപ, നീ ഇന്ന് പതിവിലും നേരത്തെ വന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒന്ന് രണ്ട് മീറ്റിംഗുകൾ ഉണ്ടായിരുന്നു. രാജു മറ്റൊരു കാര്യത്തിന് പോയതുകൊണ്ട് ഞാൻ ആ മീറ്റിംഗുകൾ പോസ്റ്റ്പോൺ ചെയ്തു. അതെന്താ? രാജു ഇല്ലെങ്കിൽ മന്ത്രിയുടെ പ്രോഗ്രാമൊക്കെ മുടക്കാൻ പറ്റുമോ? രാജു ആര്, മിനിസ്റ്റർ ആര്? അങ്ങനെയല്ല ചേച്ചി, അവൻ എന്റെ മരുമോൻ മാത്രമല്ലല്ലോ, എന്റെ POD അല്ലേ. മീറ്റിംഗിൽ വെക്കേണ്ട ഫയലുകളിൽ അവന്റെ ചില ഒപ്പീനിയൻസ് കൂടി ഞാൻ പരിഗണിക്കാറുണ്ട്. ഓ, മന്ത്രിയേക്കാൾ വലിയ PAയോ? രാജു വളരെ നല്ല ഐഡിയ ഉള്ള ആളാ, ചേച്ചിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. അതെ, എനിക്ക് എന്റെ ആങ്ങളേക്കാൾ വലുതായി മറ്റാരും മാറുന്നത് ഇഷ്ടമല്ല. എന്ന് വെച്ച് ഓരോരുത്തരുടെയും കഴിവുകൾ അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇവനെടുത്ത് അവനെ അങ്ങ് തലേ കയറ്റി വച്ചിരിക്കോ? ഏട്ടാ ചായ. പ്രതാപേട്ട, ശേഖരട്ടൻ വന്നിട്ടുണ്ട്. ആഹാ, അവനെപ്പോഴാ വന്നേ? കുറച്ചു നേരമായി. എന്നിട്ടെന്താ അവൻ ഇങ്ങോട്ട് വരാത്തെ? കുളിക്ക, ഇപ്പൊ വരും. ഉം.